കുട്ടനാട് കേബിൾ വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം സെപ്റ്റംബർ 27 വെള്ളിയാഴ്ച നടക്കും. അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ കേബിൾ TV മേഖലയിലും ഇന്റർനെറ്റ് വിതരണത്തിലും പ്രാദേശിക മാധ്യമ പ്രവർത്തന രംഗത്തും ശക്തമായ സ്വാധീനം ചെലുത്തി മുന്നേറുന്ന പ്രസ്ഥാനമാണ് കുട്ടനാട് കേബിൾ വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. വെള്ളിയാഴ്ച രാവിലെ 10 ചേരുന്ന കമ്പനിയുടെ വാർഷിക പൊതുയോഗം അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് KCV ചെയർമാൻ ജോമോൻ ആന്റണി അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായിട്ട് ഇന്റർനെറ്റ് കേബിൾ TV മേഖലയിലും മാധ്യമ രംഗത്തും ശക്തമായ സാന്നിധ്യം അറിയിച്ചു വരുന്ന കുട്ടനാട് കേബിൾ വിഷന്റെ ജനറൽ ബോഡി നാളെ 10 മണിക്ക് ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിൾ സാർ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. തുടർന്ന് ഈ കുട്ടനാട് കേബിൾ വിഷന്റെ എല്ലാ ഓഹരി ഉടമകളും മീറ്റിംഗിൽ പങ്കെടുക്കുകയും കമ്പനിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഭാവി പ്രവർത്തനങ്ങളുടെ രൂപരേഖ തയ്യാറാക്കുകയും ചെയ്യുന്നതാണ്. ചെയർമാന്റെ അധ്യക്ഷതയിലായിരിക്കും യോഗ നടപടികൾ. KCV MD ബോയങ് ജോസഫ് ഉദ്ഘാടകനായ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLAയെ പൊന്നാടി അണിയിച്ച് ആദരിക്കും. ഡയറക്ടർ ബോർഡ് അംഗം N സതീഷ് കുമാർ റിപ്പോർട്ടും മാനേജർ ശാലിനി അനിലേഷ് ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിക്കും. ഡയറക്ടർ ബോർഡ് അംഗം സുമേഷ് കോയിത്തറ അനുശോചന പ്രമേയം അവതരിപ്പിക്കും. അംഗങ്ങളായ MD ശാന്താറാം, ഹരികൃഷ്ണൻ വെൺപാല, MO ലതീഷ് കുമാർ, PK ഷാജു തുടങ്ങിയവർ സംസാരിക്കും. കേരളത്തിലെ ആരോഗ്യ മേഖല ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ്. ആശുപത്രികളുടെ നിർമ്മാണവും നവീകരണവും സംസ്ഥാനത്ത് ത്വരിതഗതിയിൽ നടക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴ ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ പുതുതായി പണികഴിപ്പിച്ച OP ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്തുടനീളം വയോജന മെഡിക്കൽ ക്യാമ്പുകൾ നടത്താൻ കഴിയുന്നത് ചരിത്ര നേട്ടമാണെന്നും വീണ ജോർജ് പറഞ്ഞു. ആയുഷ് വിഭാഗത്തിലെ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള നടപടികളാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 150 സ്ഥാപനങ്ങൾ രാജ്യത്ത് ഒരു ആയുഷ് സ്ഥാപനവും NABH അക്രഡിറ്റഡ് ആയിരുന്നില്ല. കേരളം നമ്മൾ കഴിഞ്ഞ വർഷം ആ ഒരു ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ അങ്ങനെ 150 സ്ഥാപനങ്ങളാണ് ആദ്യഘട്ടത്തിൽ NABH അക്രഡിറ്റഡ് ആയിട്ടുള്ളത്. അതുകൂടാതെ ധാരാളമായി ഫണ്ടുകൾ കൂടി നമ്മൾ ഫണ്ടിൻ്റെ വിനിയോഗം നോക്കിയാൽ വലിയ രീതിയിൽ വർധനവുണ്ടായിട്ടുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ 2024-25 വർഷം തന്നെ 39 കോടി 40 കോടി രൂപയാണ്. അതൊരു മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ രീതിയിൽ അതിൽ വർധനവുണ്ടായിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ മാത്രം ബഹുമാനപ്പെട്ട MLAയുടെ പുന്നപ്ര സർക്കാർ ആയുർവേദ ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ, അതുപോലെ തകഴി ഹോമിയോപ്പതി ഡിസ്പെൻസറി അവിടെ 30 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്തുടനീളം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പോയിട്ടുണ്ടാകും, വയോജന ക്യാമ്പുകൾ നടത്തുകയാണ് ആയുഷ് വകുപ്പ്. നമ്മുടെ പ്രായമായിട്ടുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ക്യാമ്പുകൾ സംസ്ഥാനത്തുടനീളം 2400 ക്യാമ്പ് ആദ്യമായിട്ടാണ് അങ്ങനെ നടത്തുന്നത്. യോഗത്തിൽ HSLM MLA അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, ആരോഗ്യമേഖലയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കരുമാടി ആയുർവേദ ആശുപത്രിയുടെ തറക്കല്ലിടിയിൽ, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പുതിയ ഗൈനക്കോളജി ബ്ലോക്കിന്റെ ഉദ്ഘാടനം, ക്യാൻറ്റീൻ കം ഗസ്റ്റ് റൂമിന്റെ ഉദ്ഘാടനം എന്നിവയും മന്ത്രി വീണ ജോർജ് വ്യാഴാഴ്ച നിർവഹിച്ചു. പുന്നമടക്കായലിലെ ജലമാമാങ്കത്തിന് ഇനി 1 നാൾ ബാക്കി. നെഹ്റു ട്രോഫി വള്ളംകളി 28-ന്. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. നമ്മുടെ 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ഏറെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മൾ സെപ്റ്റംബർ മാസം 28-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2-നാണ് ഉദ്ഘാടന ചടങ്ങ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ ബഹു സംസ്ഥാന മന്ത്രിമാർ, ജില്ലയിലെ ബഹു MPമാർ, MLAമാർ തുടങ്ങിയവർ പങ്കെടുക്കും. നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഓഗസ്റ്റ് 10-ന് നമ്മൾ വള്ളംകളി നടത്താനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. ഇന്നലെ വയനാട്ടിലെ ലാൻഡ് സ്ലൈഡുമായിട്ട് ബന്ധപ്പെട്ട ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ ദിവസങ്ങളത് മാറ്റിവെക്കുകയും സെപ്റ്റംബർ 28-ലേക്ക് ബഹുമാനപ്പെട്ട CM നിർദ്ദേശപ്രകാരം മാറ്റിവെച്ചത്. നമ്മളിപ്രാവശ്യം ആഘോഷങ്ങൾക്ക് ഒന്നും തന്നെ വേണ്ടാന്നുള്ളൊരു നിർദ്ദേശം ഗവൺമെൻറ് ഭാഗത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സർവേ ചെയ്യുന്ന സാംസ്കാരിക കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള എല്ലാ വർഷവും സംഘടിപ്പിക്കാറുള്ള വിവിധ പരിപാടികളും സാംസ്കാരിക ഘോഷയാത്രയും അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റിയുടെ സംഘടിപ്പിക്കാറുള്ള വഞ്ചിപ്പാട്ട് മത്സരവും ഇവയെല്ലാം നമ്മൾ ഇപ്രാവശ്യം വേണ്ടാന്ന് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇപ്രാവശ്യത്തെ ടൈറ്റിൽ സ്പോൺസറായിട്ട് വന്നിരിക്കുന്നത് റോയൽ എൻഫീൽഡ് കമ്പനിയാണ്. ഓഗസ്റ്റ് 10-ന് നടത്താനിരുന്ന വള്ളംകളി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് സെപ്റ്റംബർ 28-ലേക്ക് മാറ്റിയത്. സാംസ്കാരിക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും സംഘടിപ്പിക്കാറുള്ള വിവിധ പരിപാടികളും സാംസ്കാരിക ഘോഷയാത്രയും ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റി സംഘടിപ്പിക്കാറുള്ള വഞ്ചിപ്പാട്ട് ഉൾപ്പെടെയുള്ള മത്സരങ്ങളും ഈ പശ്ചാത്തലത്തിൽ റദ്ദാക്കിയിരിക്കുകയാണെന്ന് കളക്ടർ അറിയിച്ചു.
കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് വള്ളംകളിയുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്പീഡ് ബോട്ടുകളുടെ സഞ്ചാരത്തിലും ഡ്രോണുകളുടെ ഉപയോഗത്തിലും കർശന നിയന്ത്രണം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. 5 ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾ വഴിയും ബാങ്ക് ഓഫ് ബറോഡ, SBI എന്നീ ബാങ്കുകളിലൂടെ ഓൺലൈനായും ടിക്കറ്റ് വിൽപ്പന പുരോഗമിക്കുകയാണ്. 9 വിഭാഗങ്ങളിലായി 74 വള്ളങ്ങളാണ് ഇക്കുറി നെഹ്റു ട്രോഫിയിൽ മാറ്റുരയ്ക്കുന്നത്. ചുണ്ടൻ വള്ളങ്ങൾ 19, ചുരുളൻ 3, ഇരുട്ടുകുത്തി A ഗ്രേഡ് 4, ഇരുട്ടുകുത്തി B ഗ്രേഡ് 16, ഇരുട്ടുകുത്തി C ഗ്രേഡ് 14, വെപ്പ് A ഗ്രേഡ് 7, വെപ്പ് B ഗ്രേഡ് 4, തെക്കനോടി തറ 3, തെക്കനോടി കെട്ട് 4 എന്നിങ്ങനെയാണ് വള്ളങ്ങളുടെ എണ്ണം. രാവിലെ 11-ന് മത്സരങ്ങൾ ആരംഭിക്കും. ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സാണ് ആദ്യം. ഉച്ചകഴിഞ്ഞ് 2-ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷമാകും ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളും ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങളും നടക്കുക. വൈകുന്നേരം 4 മുതലാണ് ഫൈനൽ മത്സരങ്ങൾ. സബ് കളക്ടർ സമീർ കിഷൻ, ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ സുമേഷ് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെഹ്റു ട്രോഫി തുഴത്താളം 2024 ഫോട്ടോ പ്രദർശനത്തിന് തുടക്കമായി. ആലപ്പുഴ നഗര ചത്വരത്തിലെ ലളിതകലാ അക്കാദമി ആർട്സ് ഗാലറിയിൽ 26, 27 തീയതികളിലാണ് പ്രദർശനം. 70ാമത് നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് മുന്നോടിയായി ആലപ്പുഴ പ്രസ് ക്ലബ്ബും NDBR പബ്ലിസിറ്റി കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തുഴത്താളം 2024 ഫോട്ടോ പ്രദർശനം നഗര ചത്വരത്തിലെ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. വ്യാഴാഴ്ച രാവിലെ 11-ന് NDBR സൊസൈറ്റി സെക്രട്ടറിയും ആലപ്പുഴ സബ് കളക്ടറുമായ സമീർ കിഷൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. The quality of photos that have been taken, it marks, it indicates the craftsmanship of the press photographers who are present here, and the beautiful history that all of us strive for and cherish when we look at our boat race Valangali. I want to thank you all for taking such beautiful photos, and I want to thank you for the support that people of the region. പ്രസ് ക്ലബ് പ്രസിഡന്റ് റോയി കൊട്ടാരച്ചിറ അധ്യക്ഷനായിരുന്നു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ്, പ്രസ് ക്ലബ് സെക്രട്ടറി PR രജീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രദർശനം 27-ന് സമാപിക്കും. ആലപ്പുഴയിലെ ന്യൂസ് ഫോട്ടോഗ്രാഫർമാർ ജലമേളകളുമായി ബന്ധപ്പെട്ട് പകർത്തിയ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായിരുന്ന E. ജോൺ ജേക്കബിന്റെ 46ാം ചരമവാർഷികം കഴിഞ്ഞ ദിവസം ആചരിച്ചു. പാർട്ടി എടത്വ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. 5 ദിവസം കഴിഞ്ഞ് സെപ്റ്റംബർ 30-ാം തീയതിയാണ് അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടന്നത്. ഞാൻ ഇന്നും ഓർക്കുന്നത് 10 ഞാൻ SP കോളേജിൽ ഡിഗ്രിക്ക് അവസാന വർഷം വന്ന KSCയുടെ SP കോളേജ് യൂണിറ്റ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവുമായി കുട്ടനാട്ടിലൂടെ ബോട്ടിലാണ് യാത്ര ചെയ്ത് എടത്വയിലേക്കൊക്കെ വന്നത്. 100 കണക്കിന് ബോട്ടുകൾ, അതിൽ കവിഞ്ഞിട്ടുള്ള വള്ളങ്ങൾ, വരുന്ന ഇരുവശങ്ങളിൽ തിങ്ങി നിറഞ്ഞുള്ള ജനാവലി. ഞാൻ ഇന്ന് ഓർക്കുന്നു, എടത്വായിൽ വരുമ്പോൾ നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും ഓർമ്മ കാണും. എടത്വ ഇന്ന് വരെ ദർശിച്ചില്ല, അതിന് മുമ്പേ ദർശിച്ചിട്ടില്ല, അതിന് ശേഷവും ദർശിച്ചിട്ടില്ല. അത്രയും വലിയൊരു ജനാവലി ഇവിടെ കൂടി നിന്നുകൊണ്ടാണ് വേവിച്ചതിന് അന്ത്യ യാത്രാമൊഴി കൊടുത്തെന്നുള്ളത് ഓർക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയമില്ലാത്തൊരു വികാരത്തിലാണ്. എത്രമാത്രം ഈ കുട്ടനാട്ടിലെയും ഈ പ്രദേശത്തുള്ള മുഴുവൻ, ഇവിടെ കുട്ടനാട്ടിൽ നിന്ന് മാത്രമല്ല കേരളത്തിലെ എല്ലാ പ്രദേശത്തു നിന്നുമുള്ള ജനങ്ങള് ഓടിക്കതച്ചാണ് എല്ലാ പ്രദേശത്തും വന്നിട്ടുള്ള ഒരു വലിയ സംസ്കാരമാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അനുസ്മരണ സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബാബു സേവ്യർ അധ്യക്ഷനായിരുന്നു. റെജി ചെറിയാൻ മുഖ്യപ്രഭാഷണവും E. ജോൺ ജേക്കബിന്റെ മകൻ ജെയ്ക്ക് ജേക്കബ് അനുസ്മരണ പ്രഭാഷണവും നടത്തി. നേതാക്കളായ റോയ് ഊരാംവേലി, സാബു തോട്ടുങ്കൽ, തോമസ് കുട്ടി മാത്യു, സണ്ണി തോമസ് കളത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി നഗരസഭയുടെയും സർക്കാർ ആയുർവേദ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പ് നടത്തി. നഗരസഭയുടെ പെരുന്നയിലുള്ള പകൽവീട് കേന്ദ്രീകരിച്ചായിരുന്നു മെഡിക്കൽ ക്യാമ്പ്. മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ നിർവഹിച്ചു. ഉള്ള സൗകര്യങ്ങളിൽ ഇത്തരം ഒരു സംവിധാനം മറ്റു പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്നതിനേക്കാൾ വയോജനങ്ങളുടെ, പ്രായമായ ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടി ചങ്ങനാശ്ശേരി നഗരസഭ സൃഷ്ടിച്ചെടുത്തതാണ് ഈ സംവിധാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് തന്നെ ഇതിൻ്റെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് അഭിമാനമാണ്. ഇപ്പോൾ എന്തായാലും കേരള സർക്കാർ വയോജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടി ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടത്തുന്നു. ആയുർവേദ രംഗത്തുണ്ട്, ഹോമിയോ രംഗത്തുണ്ട്, അലോപ്പതിയുടെ രംഗത്തുണ്ട്, എല്ലാം ഉണ്ട്. ആരോഗ്യ പരിരക്ഷ
മുൻഗണന കൊടുത്തു. അതുപോലെ തന്നെ അവരെ ഇപ്പം ഈ പ്രായമായി കഴിഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞ് മക്കളൊക്കെ മറ്റു പ്രദേശങ്ങളിൽ ജോലിക്ക് പോയി കഴിയുമ്പോൾ ഒറ്റപ്പെടുന്ന രക്ഷകർത്താക്കൾ വയോജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടേറെ മാനസിക വെല്ലുവിളികൾ വളരെ കടുത്തതാണ്. പലരുടെയും അനുഭവങ്ങൾ, പ്രയാസങ്ങൾ വ്യത്യസ്തങ്ങളാണെങ്കിലും വളരെയധികം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ് അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ PA നിസാർ, എൽസമ്മ ജോബ്, പ്രിയ രാജേഷ്, മുൻ ചെയർപേഴ്സൺ ബീന ജോബി, രാജു ചാക്കോ, സന്തോഷ് ആന്റണി, ആയുർവേദ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KS പ്രമോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്വാതന്ത്ര്യകീർത്തി പുസ്തക പ്രകാശനം സെപ്റ്റംബർ 27-ന്. ആലപ്പുഴ ജില്ലയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ച് വെള്ളംകുളങ്ങര ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കിയതാണ് പുസ്തകം. പ്രകാശന കർമ്മം മന്ത്രി P. പ്രസാദ് നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആലപ്പുഴ ജില്ലയിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരൊക്കെ? ക്ലാസ് തല പ്രവർത്തനങ്ങളുടെ ഭാഗമായി അങ്ങനെ ഒരു സംശയം കുട്ടികൾക്ക് വരികയും ആലപ്പുഴ ജില്ലയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ തേടിയുള്ള ഒരു യാത്രയും നടത്തി. അതിൽ നിന്ന് കണ്ടെത്തിയ ജീവിച്ചിരിക്കുന്നതും മൺമറഞ്ഞു പോയവരുമായ സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ച് വിവരശേഖരണം നടത്തുകയും അത് ഒരു പുസ്തക രൂപത്തിലാക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യകീർത്തി എന്ന് പേരിട്ട ആ മനോഹരമായ പുസ്തകത്തിൻ്റെ പ്രകാശനം സെപ്റ്റംബർ മാസം 27-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 4:30 മണിക്ക് ഗവൺമെൻറ് UP സ്കൂൾ വെള്ളംകുളങ്ങരയിൽ വെച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് സാറ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം ചെന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായ K.A. ബക്കർ സാറിന് നൽകിക്കൊണ്ട് ആ പുസ്തകത്തിൻ്റെ പ്രകാശനം നടത്തുന്നു. സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. സ്വാതന്ത്ര്യ സമര സേനാനികളെ നേരിൽ കണ്ടും പൊതുപ്രവർത്തകരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കുട്ടികൾ പുസ്തകം രചിച്ചിരിക്കുന്നത്. സംഘാടകരായ V. രജനീഷ്, സുരജിത് കുമാർ, രാകേഷ് വിദ്യാധരൻ, സുമി റേച്ചൽ സോളമൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കുട്ടനാട്ടിലെ മാമ്പുഴക്കരി സ്വദേശിയും സാഹിത്യകാരനുമായ ലിജു വിദ്യാധരൻ രചിച്ച അഞ്ചീശ്വര കീർത്തനം പ്രകാശനം ചെയ്തു. വ്യാഴാഴ്ച രാവിലെ 10-ന് മാമ്പുഴക്കരി അഞ്ചീശ്വര ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം സെക്രട്ടറി N. മോഹനൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. കുട്ടനാട്ടിലെ ഏക മഹാവിഷ്ണു ക്ഷേത്രമായ മാമ്പുഴക്കരിയിലെ അഞ്ചീശ്വര ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്നതാണ് ലിജു വിദ്യാധരൻ രചിച്ച അഞ്ചീശ്വര കീർത്തനം. ക്ഷേത്രം മേൽശാന്തി ജയകൃഷ്ണൻ നമ്പൂതിരിക്ക് കീർത്തനത്തിന്റെ പതിപ്പ് നൽകിക്കൊണ്ടായിരുന്നു പ്രകാശന കർമ്മം. യുവഗായിക ശ്രേയ ഷിബുവാണ് കീർത്തനത്തിന്റെ സംഗീതവും ആലാപനവും നിർവഹിച്ചിരിക്കുന്നത്. ചടങ്ങിൽ ശ്രേയ ഷിബു കീർത്തനം ആലപിക്കുകയും ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് ND അനിയൻ ഉപഹാരം നൽകി ശ്രേയ ഷിബുവിനെ ആദരിച്ചു. കീർത്തന രചയിതാവ് ലിജു വിദ്യാധരൻ മറുപടി പ്രസംഗം നടത്തി. ഈ പ്രദേശവും മാമ്പഴക്കരയും കുട്ടനാടുമൊക്കെ ചെറുപ്പശ്ശേരിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രതിപാദനം ചെയ്യപ്പെട്ടുള്ളതാണ്. ക്ഷേത്ര മാതൃസമിതി പ്രസിഡന്റ് ലത മധുകുമാർ, സെക്രട്ടറി കൃഷ്ണ മോഹൻ, മുൻ പഞ്ചായത്ത് അംഗം അമ്പിളി മധു, ക്ഷേത്രത്തിലെ മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മലയാള സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട് നർത്തകി കൂടിയായ കോട്ടയം പുതുപ്പള്ളി സ്വദേശിനി യുവഗായിക ശ്രേയ ഷിബു. കാർ തടഞ്ഞു നിർത്തി യാത്രക്കാരനായ വയോധികനെ ആക്രമിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കടപ്ര വളഞ്ഞവട്ടം പെരുമ്പുഞ്ചയിൽ എബി മാത്യുവിനെയാണ് പുളിക്കീഴ് പോലീസ് പിടികൂടിയത്. സെപ്റ്റംബർ 11-ന് മാന്നാറിൽ നിന്ന് തിരുവല്ലയ്ക്ക് പോവുകയായിരുന്ന കാർ യാത്രികനായ മാവേലിക്കര കല്ലുംപുറത്ത് കൊട്ടാരത്തിൽ EJ ആന്റണി എന്നയാളെയാണ് ആലുന്തുരുത്തി ജംഗ്ഷനിൽ വെച്ച് ബൈക്കിലെത്തിയ പ്രതി വാഹനം തടഞ്ഞു നിർത്തിയ ശേഷം അകാരണമായി മർദ്ദിച്ചത്. ആക്രമണത്തിൽ ആന്റണിക്ക് മുഖത്ത് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവം അറിഞ്ഞ പുളിക്കീഴ് പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും പ്രതി രക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് പുളിക്കീഴ് പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പോലീസ് ഇൻസ്പെക്ടർ അജിത് കുമാർ, SI കുരുവിള സക്കറിയ, സിവിൽ പോലീസ് ഓഫീസർമാരായ സുദീപ്, സുജിത്, രഞ്ജു, രജീഷ്,
ആനന്ദ് വി നായർ എന്നിവർ ചേർന്നാണ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തായ്ലൻഡിൽ നടന്ന എൻഡുറൻസ് ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ സ്കേറ്റിംഗ് വിഭാഗത്തിൽ UAE പ്രതിനിധീകരിച്ച് പങ്കെടുത്ത മലയാളി വിദ്യാർത്ഥികൾ മെഡലുകൾ വാരിക്കൂട്ടി. മെഡൽ വേട്ടക്കാരിൽ കാവാലത്തു നിന്നുള്ള കൊച്ചുമിടുക്കൻ നകുലനും ഉൾപ്പെടും. UAE പ്രതിനിധീകരിച്ച് മത്സരത്തിൽ പങ്കെടുത്ത ആകെ 14 വിദ്യാർത്ഥികളിൽ 8 പേരും ഇന്ത്യക്കാരായിരുന്നു. ഇന്ത്യയ്ക്കും UAEക്കും അഭിമാനമായി 3 മലയാളി കുട്ടികൾ മത്സരത്തിൽ വാരിക്കൂട്ടിയത് 11 സ്വർണവും 1 വെള്ളിയും 3 വെങ്കലവും അടക്കം 15 മെഡലുകൾ. കാവാലം സ്വദേശികളും അബുദാബിയിൽ ടൈലർമാരുമായ കണിച്ചേരിപ്പറമ്പിൽ വീട്ടിൽ സരിത സുനിൽ ദമ്പതികളുടെ മകൻ നകുലൻ അണ്ടർ 14 വിഭാഗത്തിൽ മത്സരിച്ച 3 വിഭാഗങ്ങളിലും വെങ്കല മെഡലുകൾ കരസ്ഥമാക്കി. അണ്ടർ 8 വിഭാഗത്തിൽ കണ്ണൂരിൽ നിന്നുള്ള ആദിദേവ് 6 സ്വർണവും 5-7 വയസ്സ് വിഭാഗത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയായ എറണാകുളം നോർത്ത് പറവൂരിൽ നിന്നുള്ള ഋതു 5 സ്വർണവും 1 വെള്ളിയും നേടിയെടുത്തു. പുളിങ്കുന്ന് ചെറുവള്ളിക്കാവ് കോയിക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് മുന്നോടിയായി ആവാഹന ക്രിയകൾ നടത്തുന്നു. സെപ്റ്റംബർ 26, 27 തീയതികളിൽ ദേവസ്വം ബോർഡ് തന്ത്രി ബ്രഹ്മശ്രീ താഴ്മർ മഠം കണ്ഠരര് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. മൃത്യുഞ്ജയ ഹോമം, ത്രികാല പൂജ, മഹാസുദർശന ഹോമം, ആവാഹനം, തിലഹോമം, സായുജ്യ പൂജ എന്നിവയാണ് 2 ദിവസങ്ങളിലായി നടക്കുന്നത്. ക്ഷേത്രം മേൽശാന്തി AG ഗോകുൽദാസ്, മനു നമ്പൂതിരി, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, വിഷ്ണു നമ്പൂതിരി, ജി വിനയചന്ദ്രൻ എന്നിവരാണ് സഹകാർമ്മികർ. ദേവസ്വം ബോർഡിൽ നിന്നും സഹായമൊന്നും ലഭിക്കാത്തതിനാൽ നാട്ടുകാർ പിരിവിട്ടാണ് ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും ഒരു ഭക്തൻ കെട്ടിടഭാഗത്തിന് ചെലവാകുന്ന തുക നൽകുമെന്നും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് MC ശിവദാസ് KCV ന്യൂസ് പ്രതിനിധിയോട് പറഞ്ഞു. പുളിങ്കുന്ന് ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രം ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ മഴവെള്ളം കൊണ്ട് ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറാൻ പോലും ഭക്തജനങ്ങൾക്ക് പറ്റാത്ത സാഹചര്യത്തിൽ ദേവസ്വം ബോർഡിൻ്റെ നിഷ്ക്രിയത്വവും മറ്റുള്ള കാരണങ്ങളാൽ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടക്കാതെ വന്നതുകൊണ്ട് നാട്ടുകാരെല്ലാം കൂടെ സംഘടിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടത്താൻ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മാർച്ചിൽ ദേവപ്രശ്നം നടത്തുകയും ദേവപ്രശ്ന പരിഹാരക്രിയ എന്ന ഭാഗമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആവാഹനക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ഉടനെ ക്ഷേത്രം പൊളിക്കുന്നതിന് മുന്നോടിയായി ബാലാലയത്തിലേക്ക് അമ്മയെ മാറ്റി പ്രതിഷ്ഠിക്കുകയും ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം ഏറ്റവും അടുത്ത ദിവസം തന്നെ ആരംഭിക്കുകയും ചെയ്യുന്നതാണ്. ഇത് എല്ലാ നാട്ടുകാരുടെയും സഹകരണത്തോടു കൂടിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുന്നത്. 800 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത്. ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ 15-20 വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് വെള്ളം ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ നടയുടെ അവിടം വരെ വെള്ളം കയറുകയും ഇത് പല പ്രാവശ്യം ദേവസ്വം ബോർഡിനെ സമീപിക്കുകയും നാളിതുവരെയായിട്ടും ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം ചെയ്യാൻ വേണ്ടി ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്നും ഒരു സഹായമോ വേറിട്ടുള്ള കാര്യങ്ങൾ നടക്കാതെ വന്നതിനാലാണ് പുനരുദ്ധാരണത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിൽ ദേവപ്രശ്ന പരിഹാര ക്രിയകൾ നടത്തി വരികയായിരുന്നു. അതിൽ അവസാനത്തേതും പ്രാധാന്യമേറിയതുമായ കർമ്മം എന്ന നിലയിലുള്ള ആവാഹന ക്രിയകളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഒരു നാടിന്റെ സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ അടയാളം പേർന്ന ആഘോഷമാണ് നീലമ്പേരൂർ പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം പടയണി. ഒക്ടോബർ 1 നടക്കുന്ന പ്രധാന ചടങ്ങുകളോടെ പടയണി കാലത്തിന് തിരശ്ശീല വീഴും. കേരളത്തിലെ പ്രാചീനമായ പടയണികളിൽ ഒന്നാണ് നീലമ്പേരൂർ പടയണി. രൂപത്തിലും ഭാവത്തിലും മറ്റു പടയണികളിൽ നിന്ന് ഇത് ഏറെ വ്യത്യസ്തവുമാണ്. സെപ്റ്റംബർ 16 രാത്രി 10 ചൂട്ടുവയ്പോടെയാണ് പടയണിക്കാലത്തിന് നീലമ്പേരൂർ പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ തുടക്കമായത്. പിന്നീട് ഇങ്ങോട്ടുള്ള രാവുകളിൽ ഓരോരോ കോലങ്ങളുടെ എഴുന്നള്ളത്തായിരുന്നു. ചൂട്ടുപടയണി, പൂമരം, തട്ടുകുട, പാറാവളയം, കുടനീർത്ത്, പ്ലാവിലക്കോലം, തുടക്കം, താപസക്കോലം, അങ്ങനെ ഓരോ ക്രമങ്ങൾ കഴിഞ്ഞു. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ആനയും ഹനുമാനും എത്തി. വെള്ളിയാഴ്ചയാണ് പ്ലാവിലക്കോലങ്ങളുടെ എഴുന്നള്ളത്ത്. ശനിയാഴ്ച പിണ്ടിയും കുരുത്തോലയും ആരംഭം കുറിച്ച് കൊടിക്കൂറ എഴുന്നള്ളിപ്പ് നടക്കും. 29 ഞായറാഴ്ചയാണ് കാവൽ പിശാചിൻ്റെ വരവ്. സെപ്റ്റംബർ 30, ഒക്ടോബർ 1 എന്നീ തീയതികളിലാണ് പടയണിയുടെ പ്രധാന ചടങ്ങുകൾ. ഭീമനോടുകൂടി രാവിലക്കോലം തീരുക. രാവിലക്കോലം തീർന്നു കഴിഞ്ഞാൽ പിണ്ടിയും കുരുത്തോലയുടെ ആരംഭമാണ്. അന്ന് മുതലേ പൂരക്കളത്തിൽ പിണ്ടിയും കുരുത്തോല ഉപയോഗിക്കാറുള്ളൂ. ഒരു ദിവസം കൊടിക്കൂറ, പിറ്റേ ദിവസം പിശാച് കോലം, അത് കഴിഞ്ഞാൽ പിന്നെ മകംപടയണിയായി. മകംപടയണി പിറ്റേ ദിവസം പൂരം. പൂരത്തിനുള്ള പണികളെന്ന് പറഞ്ഞാൽ ഇപ്പം വലിയന്നങ്ങളുടെ പണികളൊക്കെ ഏതാണ്ട് ഒരുമാതിരി തീർന്നിരിക്കുക. ഇനി താമരയിലെയും തെറ്റിപ്പൂവൊക്കെ കുത്തുന്ന ആ പൂരത്തിൻ്റെ അന്ന് ആ ഒരു ദിവസം കൊണ്ടേ അതിൻ്റെ പണികൾ നടക്കുകയുള്ളൂ. 30 രാവിലെയുള്ള ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ചിറമ്പുകുത്ത് ആരംഭിക്കും. രാത്രി 11 കുടംപൂജകളി, തോത്താകളി, വേലകളി എന്നിവ നടക്കും.
തുടർന്നാണ് വേലയന്നങ്ങളുടെയും അമ്പലക്കോട്ടയുടെയും എഴുന്നള്ളത്ത്. ഒക്ടോബർ 1-ന് പടയണിയുടെ വിവിധ ചടങ്ങുകൾക്ക് ശേഷം രാത്രി 11-നാണ് പുത്തൻ അന്നങ്ങളുടെ തിരുനട സമർപ്പണം. 12:30-നാണ് വലിയ അന്നത്തിൻ്റെ എഴുന്നള്ളത്ത്. അന്നങ്ങൾ, കോലങ്ങൾ, പൊയ്യാന, സിംഹം എന്നിവയുടെ എഴുന്നള്ളത്താണ് ഇതോടൊപ്പം നടക്കുന്നത്. വലിയ അന്നങ്ങളുടെ എഴുന്നള്ളത്ത് സമാപിക്കുമ്പോൾ പടയണിക്കാലത്തിന് തിരശ്ശീല വീഴും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7025 രൂപ, പവന് 56,200 രൂപ. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.